വചനവായൽ ഡെയിലിലായി ഒക്ടോബർ 2. കാവൽ മാലാഖമാർ. കുട്ടികളെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇപ്രകാരം അരുളി ചെയ്തു: ഈ കുട്ടികളിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്കുകളിൽ നിന്ന് ഓരോ മനുഷ്യനും ഓരോ കാവൽ മാലാഖയുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഓരോ രാജ്യത്തിനും ഓരോ നഗരത്തിനും ഓരോ സ്ഥാപനത്തിനും ഓരോ കാവൽ മാലാഖയുണ്ടെന്ന് അഭിപ്രായമുണ്ട്. മാലാഖമാരെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടത്തും പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാം. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നിവരുടെ പേര് പറഞ്ഞ് വിവരിച്ചിട്ടുണ്ട്. മാലാഖമാർ സർവദാ അരൂപികളാണ്. ചിറകുകളോടുകൂടി മാലാഖമാരെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചിറകുകളുമില്ല, ശരീരവുമില്ല. ലോക സൃഷ്ടിയോടുകൂടി മാലാഖമാരെയും ദൈവം സൃഷ്ടിച്ചു. അവരിൽ ചിലർ അഹങ്കാരം നിമിത്തം പാപം ചെയ്ത് ദൈവകോപത്തിന് വിധേയരായി. അവരാണ് പിശാചുക്കൾ അഥവാ അധപതിച്ച മാലാഖമാർ. മാലാഖമാരുടെ പരിപൂർണതയനുസരിച്ച് 3 ഹൈറാർക്കികളുണ്ട്. ഓരോ ഹൈറാർക്കിയിലും 3 വൃന്ദങ്ങളുണ്ട്. 1 സ്രാപ്പീന്മാർ, കെരൂബുകൾ, സിംഹാസനങ്ങൾ. 2 അധികാരികൾ, ശക്തികൾ, ബലവത്തുകൾ. 3 പ്രധാനികൾ, മുഖ്യ ദൈവദൂതന്മാർ, ദൈവദൂതന്മാർ. ദൈവദൂതന്മാർ അഥവാ മാലാഖമാർ എന്ന പദം 9 വൃന്ദം മാലാഖമാരെ പറ്റിയും പ്രയോഗിക്കുമെങ്കിലും കാവൽ മാലാഖമാർ ഈ 9ാമത്തെ വൃന്ദത്തിൽ നിന്ന് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവർ നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നു. അവരോട് നമുക്ക് സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായിരിക്കേണ്ടതാണ്. പാപത്തിന്റെ ഗൗരവം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുവാൻ കരയുന്ന കാവൽ മാലാഖയെ കുട്ടിയുടെ അടുക്കൽ നിർത്തിയിരിക്കുന്ന ചിത്രമുണ്ട്. മാലാഖമാർക്ക് കരയുവാനോ ചിരിക്കുവാനോ കഴിയുകയില്ലെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമായിരിക്കും അവരുടെ കരയിലും വാദ്യാഘോഷങ്ങളും കാഹളവിളികളും. കാവൽ മാലാഖമാർ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ്, ജമ്മ ഗൽഗാനി മുതലായ പല വിശുദ്ധന്മാർക്കും ദൃശ്യരായിട്ടുണ്ട്. സേവനങ്ങൾ ചെയ്തു കൊടുത്തതായും പറയുന്നുണ്ട്. കാവൽ മാലാഖമാരുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിനത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് അനുസ്മരിക്കാം. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. വിചിന്തനം: നിന്റെ കാവൽ മാലാഖയെ നീ ബഹുമാനിക്കുക. മാലാഖയുടെ സംരക്ഷണത്തിന് നീ കൃതജ്ഞനായിരിക്കുക. മാലാഖയിൽ ശരണപ്പെടുക. മാലാഖയെ സ്നേഹിക്കുക. എല്ലാ വിഷമങ്ങളിലും വിപത്തുകളിലും പ്രലോഭനങ്ങളിലും മാലാഖയിലേക്ക് തിരിഞ്ഞ് അപേക്ഷിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കാവൽ മാലാഖയെ അങ്ങയുടെ സൂക്ഷ്യത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ കാത്തു സൂക്ഷിക്കണമേ. ഭരിച്ചു പരിപാലിക്കണമേ. ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. എന്റെ സ്നേഹവും കൃതജ്ഞതയും അങ്ങ് സ്വീകരിക്കണമേ. ആമേൻ.